നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ വീട്ടിലെ ഈ ടോപ്പ് ലൈറ്റ് കത്തുന്നില്ല. എന്താ കാര്യമെന്ന് നമുക്ക് നോക്കിയാലോ. ടോപ്പ് ലൈറ്റ് ഇളക്കിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം കറണ്ട് ഓഫ് ചെയ്യാം. കാരണം അറിയാമല്ലോ, വളരെയധികം അപകട സാധ്യതയുള്ള മേഖലയാണ് ഇലക്ട്രിക്കൽ ബൾബ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പാനൽ ബോർഡിൽ കാണുന്ന ഈ ഐസൊലേറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ LCB ഓഫ് ചെയ്യുക. സാധാരണ ഇത് രണ്ടും മാത്രമേ കാണുള്ളൂ. എന്നാൽ ചില വീട്ടിൽ ഇൻവെർട്ടർ കാണും. എങ്കിൽ ഈ കാണുന്ന ഇൻവെർട്ടർ MCB ഓഫ് ചെയ്യുക. അതിനുശേഷം ടോപ്പ് ലൈറ്റിലെ കവർ നമുക്ക് അഴിച്ചെടുക്കണം. ടോപ്പ് ഗ്ലാസ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പരിശോധിക്കാം എന്താണ് കുഴപ്പമെന്ന്. ആദ്യം ബൾബ് പരിശോധിക്കാം. ബൾബ് പരിശോധിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മറ്റെന്താ കുഴപ്പമെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഹോൾഡിംഗ് എൻഡ് പൊട്ടിയിട്ടുണ്ട്. അതെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിനായി ആദ്യം ഈ കാണുന്ന 2 നട്ട് അഴിച്ചെടുക്കണം. ഇതിൽ 2 വയറുകളാണുള്ളത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒന്ന് കറുപ്പും ഒന്ന് ചുമപ്പും. ഈ കറുത്ത വയറാണ് നെഗറ്റീവും, ചുമപ്പ് വയറാണെങ്കിൽ പോസിറ്റീവുമാണ്. അതിനെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുന്നതിന് മുമ്പേ കറണ്ട് വരുന്നോ എന്ന് നമ്മൾ ഈ ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കറണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഊരിയെടുക്കുക. ഊരി മാറ്റിയതിന് ശേഷവും കറണ്ട് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പുറം കൈ കൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുകയും ചെയ്യണം. കറണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇതാണ് നമ്മുടെ പൊട്ടിയ ഹോൾഡർ. ഇത് നമ്മുടെ പുതിയ ഹോൾഡറാണ്. ഈ പുതിയ ഹോൾഡറിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ പുതിയ ഹോൾഡറിൽ നമുക്ക് ഈ 2 വയറുകളും കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
കണക്ട് ചെയ്തതിന് ശേഷം വയറുകൾ ഒതുക്കി വയ്ക്കുക. എന്നിട്ട് നട്ടും ബോൾട്ടും വെച്ച് ഹോൾഡറിനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ബൾബ് വെച്ച് പരിശോധിക്കുക. ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ടോപ്പ് കവർ സെറ്റ് ചെയ്യണം. കണ്ടോ എത്ര വേഗമാണ് നമ്മൾ ഈ ജോലി കഴിഞ്ഞത്. നമ്മളൊരു ടെക്നീഷ്യനെ വിളിച്ചാൽ നമ്മുടെ ചിലവ്, സമയം നഷ്ടം എല്ലാം എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ. ഇത് വെറും 20 രൂപയിൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഈ ഹോൾഡറിന് വെറും 20 രൂപയാണ്. നമ്മുടെ സമയലാഭം. ടെക്നീഷ്യനെ വിളിച്ചാൽ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചാലാണ് ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വരിക. അതുകൊണ്ട് നിങ്ങളിത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തു നോക്കുക. നമ്മുടെ ടോപ്പ് ലൈറ്റ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ടോപ്പ് സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്യണം. ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ എങ്ങനെ ടോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തു എന്ന് കണ്ടല്ലോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.